ഒരു വർഷത്തിൽ നിന്ന് ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങയുടെ പണം പോലും കോമ്പൻസേഷനായി കൊടുക്കാൻ ഇവർ തയ്യാറല്ല. ഒരു മനുഷ്യനെ പച്ചയായി ചവിട്ടിക്കൊന്നാൽ എന്താ നടക്കുന്ന സമരങ്ങൾ? ആ ഡെഡ് ബോഡി നടുറോഡിൽ വെച്ച് ജനങ്ങൾ സംഘടിച്ച് വാഹനം തടഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തഹസിൽദാരോ ജില്ലാ കളക്ടറോ വന്ന് കോമ്പൻസേഷന്റെ കാര്യം ഉറപ്പുവരുത്താതെ ഈ ബോഡി ഞങ്ങൾ ഇവിടുന്ന് എടുക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ സമരം ചെയ്യുന്നു. ആ സമരപന്തലിലേക്ക്, ആ സമര രംഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാർ കടന്നു വരുന്നു. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ചർച്ച നടക്കുന്നു. എന്താ ചർച്ച? ഈ 10 ലക്ഷം രൂപ എപ്പോ കിട്ടും? അതാണ് ചർച്ച. 5 ലക്ഷം കേന്ദ്രവും 5 ലക്ഷം സംസ്ഥാനവുമാണ്. അപ്പൊ അതിന്റെ ഡേറ്റുകളും സമയങ്ങളും തീരുമാനിക്കുന്നു. ബോഡിയുമായിട്ട് കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, ജനം പിരിയുന്നു. ഇതല്ലേ സ്ഥിതി? ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഉണ്ടായാൽ ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിക്ക് 25-50 ലക്ഷം രൂപ ഇന്ന് കോമ്പൻസേഷൻ കിട്ടുമ്പോഴാണ് സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഒരു ആന കയറി വന്ന് കുടുംബത്തിന്റെ മുന്നിലിട്ട് പച്ചയായി ചവിട്ടിക്കൊല്ലുന്ന മനുഷ്യന്റെ ശരീരം കോരിയെടുത്തുകൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്താൽ, ഈ രീതിയിലുള്ള സമരങ്ങൾ നടത്തിയാൽ കിട്ടുന്ന നക്കാബീച്ചയുടെ പേരാണ് 10 ലക്ഷം. ഈ ജനങ്ങളെ രക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കേണ്ടടുത്ത് മൃഗങ്ങളെ രക്ഷിക്കാനുള്ള നിയമമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ആവാസ വ്യവസ്ഥ? ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ആനകളെ ഇങ്ങനെ പെറ്റുപെരുകി കൂട്ടിയാൽ ഈ നാടിന്റെ ആവാസ വ്യവസ്ഥക്ക് ഈ ആനയുടെ സാന്നിധ്യം എന്താണ് ശാസ്ത്രീയമായി ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് നൽകുന്നതെന്ന ചോദ്യം ഇവരോട് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. ഒറ്റ പേരാണ് ആവാസ വ്യവസ്ഥ. എന്താണ് ഈ ആവാസ വ്യവസ്ഥ? എന്തിനാണ് ഈ ആവാസ വ്യവസ്ഥ? ആർക്കാണ് ഈ ആവാസ വ്യവസ്ഥ? അതിനുത്തരവില്ല. അപ്പോ ഈ മൃഗങ്ങൾ ഇവിടെ പെറ്റുപെരുകി മനുഷ്യരില്ലാണ്ടാവണം. നമ്മുടെ രാജ്യത്ത് ഈ നിയമം വരുന്നത് 1973-ലാണ്. 1973-നുള്ള മുമ്പുള്ള ജനങ്ങൾ, ഒരു 10-60 വയസ്സുള്ള എല്ലാ മനുഷ്യർക്കും ആ ചരിത്രം ഓർമ്മയുണ്ടാകും. അന്ന് ഈ മൃഗങ്ങളുടെ എണ്ണം അങ്ങേയറ്റം കുറവായിരുന്നു. മനുഷ്യരെ ഇറച്ചിയുടെ ആവശ്യത്തിന് മലയോര മേഖലയിൽ ജീവിക്കുന്നവർ ഇത് ഉപയോഗിച്ചിരുന്നു. ഇവിടെ ഒരു 60 വയസ്സുള്ള ഏതൊരാളും, അല്ലെങ്കിൽ ഒരു 55 വയസ്സുള്ള ആളുകൾ മുഴുവൻ നമ്മൾ ഈ വേട്ടയാടുന്ന മൃഗങ്ങളുടെ ഭക്ഷണം കഴിച്ചവരാണ്. അങ്ങനെ മൃഗങ്ങൾ ക്രമാതീതമായി വേട്ടയാടപ്പെട്ടപ്പോൾ കൊണ്ടുവന്ന നിയമമാണ് 1973-ലെ ഈ പറയുന്ന മൃഗസംരക്ഷണ നിയമം. കൊല്ലം 55 കഴിഞ്ഞു. ഇത് മുഴുവനും പെറ്റുപെരുകി ഈ അവസ്ഥയിലെത്തി. പക്ഷേ ഇത് പെറ്റുപെരുകി മനുഷ്യരെക്കാളും വർദ്ധിച്ചിട്ടും ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു നിലപാടും ഒരു നിയമവും ഇവിടെ കൊണ്ടുവരുന്നില്ല. ലോകത്തെ വികസിത രാജ്യങ്ങളായി നമ്മൾ പറയുന്ന അമേരിക്ക ഉൾപ്പെടെ, ഓസ്ട്രേലിയ ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ എണ്ണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ ഓരോ 5 വർഷവും അവിടെ ഗവൺമെന്റ് ഇതിനൊരു കമ്മിറ്റികൾ വെച്ചിട്ടുണ്ട്. അവർ ശാസ്ത്രീയ പഠനം നടത്തിയിട്ട് കൊടുക്കുന്ന കണക്കിൽ ആ വനത്തിനുള്ളിൽ, വനത്തിന് പുറത്ത് ജനങ്ങൾക്ക് ജീവിക്കാനും വനത്തിനകത്ത് മൃഗങ്ങൾക്ക് ജീവിക്കാനുമുള്ള എണ്ണത്തിന്റെ അപ്പുറം മൃഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കശാപ്പ് ചെയ്യാൻ അമേരിക്ക ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ, ഓസ്ട്രേലിയ ഉൾപ്പെടെ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിയമം വെച്ച് അതിനെ കൊല്ലാനൊരു സംവിധാനം ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെയോ? ഇവിടെ അങ്ങനെ ഒരു പഠനമില്ല, അതിനൊരു മാറ്റമില്ല. ജനങ്ങൾ പുറകുവിട്ട് ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോരണം. എന്താണ് പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, ലോകത്തെ ചൂട് നിയന്ത്രിക്കുന്നതിൽ 9% ഫോറസ്റ്റ് സാന്നിധ്യമുള്ളത് പശ്ചിമഘട്ടത്തിലാണ്. ഈ ഭൂമിയിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിജന്റെ വലിയൊരളവ് ഈ പറയുന്ന പശ്ചിമഘട്ടത്തിൽ നിന്നാണ്.
അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിക്കല്, ലോകത്ത് ഓക്സിജൻ ഉണ്ടായി വർദ്ധിക്കുന്ന ചൂടിനെ നിയന്ത്രിക്കാൻ, ലോകതാപനത്തെ തടുക്കാൻ പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യം, അവിടുത്തെ വനവ്യാപ്തി വർദ്ധിപ്പിക്കണം. ഇതാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. അതിന് ഈ മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ നിർബന്ധിത സാഹചര്യത്തിൽ നിവൃത്തിയില്ലാതെ ഇറങ്ങി അറബിക്കടലിന്റെ ഓരങ്ങളിൽ പോയി നിങ്ങൾ ജീവിച്ചോ എന്ന് പറയുന്ന നിയമത്തിന്റെ അവസാനത്തെ ഭേദഗതിയാണ് ഈ വരാൻ പോകുന്നത്. ഈ ഭേദഗതി വന്നാൽ എന്താ സ്ഥിതി? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സമരം നടത്തിയിട്ടാണ് മനുഷ്യരെ കൊന്നാൽ കോമ്പൻസേഷൻ വാങ്ങുന്നത്. നശിപ്പിക്കപ്പെടുന്ന കൃഷികൾക്ക് കോമ്പൻസേഷൻ കിട്ടുന്നേയില്ല. പേരിന് പലതുമുണ്ട്. 10,000 ആൾക്ക് നഷ്ടമുണ്ടാകുമ്പോൾ 100 ആൾക്ക് കൊടുക്കും. അത് പത്രത്തിലെ വലിയ വാർത്തയായിരിക്കും. മന്ത്രി നേരിട്ട് കൊടുക്കും. ഇങ്ങനെ ആളുകളെ പൊട്ടനാക്കി പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോ നാളെ ഒരു സമരം നടത്താൻ പോലും കഴിയാത്ത അധികാരങ്ങളാണ് ഫോറസ്റ്റിന് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടോ? ഇന്ന് ഇവിടെ ഒരു ആക്രമണമുണ്ടായി, ഒരു മനുഷ്യൻ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടാൽ സ്വാഭാവികമാണ് ഈ തിരുവമ്പാടി അങ്ങാടിയിൽ വലിയ ജാഥ നടക്കും, ജനങ്ങൾ ഇളകും, ഇവിടെ പോലീസ് വരും, ഫോറസ്റ്റ് വരും, ആളുകൾ ഫോറസ്റ്റിനെ കാണുമ്പോൾ തട്ടിക്കയറും. സ്വാഭാവികമാണ്. അവരുടെ ഉത്തരവാദിത്ത കൃത്യനിർവഹണം അവരെ നടത്താതിൽ ജനങ്ങൾ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്ത് വല്ല വിഷയങ്ങൾ ഉണ്ടായാൽ, അങ്ങാടിയിൽ നിന്നല്ല കാട്ടിൽ നിന്നായാലും വനത്തിന്റെ വക്കിൽ നിന്നായാലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്താ ഫോറസ്റ്റ് ചെയ്യുക? അവര് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് വരും, അന്വേഷിക്കും, സാക്ഷികളെ ചോദിക്കും, ഫോറസ്റ്റ് നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ കേസെടുക്കും. അതാണ് ഇവിടുത്തെ ഇന്നത്തെ നിയമവ്യവസ്ഥ. ആ നിയമവ്യവസ്ഥ മാറാൻ പോവുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഭേദഗതി. കേരളത്തിലെ പോലീസിനുള്ള അധികാരത്തിന്റെ അപ്പുറത്തേക്കുള്ള അധികാരം ബീറ്റ് പോലീസ് ഓഫീസർ ഉൾപ്പെടെ ഒഫീഷ്യൽ ഔദ്യോഗിക വാച്ചർക്കടക്കം ഒരാളെ അറസ്റ്റ് ചെയ്യാനും ഫോറസ്റ്റ് ഓഫീസിലെ ലോക്കപ്പിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യാനും അധികാരം കൊടുക്കുകയാണ്. അധികാരം കൊടുക്കുകയാണ്. ഈ അധികാരം എവിടെ കൊണ്ടെത്തിക്കും? സെൽഫ് വിറ്റ്നസിംഗ് ആണ്. കാരണം അതിന് കാരണമായി പറയുന്നത് കാട് ഉൾപ്രദേശങ്ങളിലാണ്. അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടായാൽ ഒരു പക്ഷേ സാക്ഷി ഉണ്ടാവില്ല. അപ്പൊ ആരാ സാക്ഷി? കേസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ. ആരാ അറസ്റ്റ് ചെയ്യുന്നത്? ആ ഉദ്യോഗസ്ഥൻ. ആരാ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുന്നത്? ആ ഉദ്യോഗസ്ഥൻ. എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ അങ്ങാടികളിൽ ഉണ്ടായിരുന്ന ഗുണ്ടകൾ, ഒരു 10, 25, 30 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള അങ്ങാടി ഗുണ്ടകൾ ഉണ്ടാവും. ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ചില സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്. അവരെ കണ്ടാൽ ആളുകൾ പേടിച്ച് ഭയപ്പെട്ട് തിരിഞ്ഞു നടക്കും. ആ അവസ്ഥയിലേക്ക് മലയോര കർഷകർ, ജനങ്ങൾ മാറാൻ പോവുകയാണ്. ഇവന്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ഞനം കുത്തി എന്ന് അവന് തോന്നിയാൽ ആ ആളെ സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലിടാം. ഇതാണ് നിയമത്തിന്റെ ഭേദഗതി. ഈ നിയമം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണോ? ആരാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്? ഈ രാജ്യത്തെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ ആ നിയമം നാടിനും ജനങ്ങൾക്കും ഗുണകരമല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും എതിർക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം. 17-ാം തീയതി നിയമസഭ തുടങ്ങാൻ പോവുകയാണ്. വിരലിലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസം വരെ ഇതിനെതിരെ ശബ്ദമുയർത്താൻ എന്തുകൊണ്ടോ ഇവർ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി, രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ജനകീയ ജാഥയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചതും തീരുമാനിച്ചതും. അത് നമ്മളെല്ലാവരെയും വിളിച്ചു. ഞങ്ങൾക്കൊരു സോഷ്യൽ സംഘടനയുണ്ട്, DMK. നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുകളിൽ നിങ്ങൾ DMK എന്ന് കാണില്ല. ഞങ്ങളിതൊരു രാഷ്ട്രീയ നേട്ടത്തിനായി ഇറങ്ങിത്തിരിച്ചതുമല്ല. ഇറങ്ങിത്തിരിച്ചതാണെങ്കിൽ ഇതിന്റെ കൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ ബോർഡ് വെച്ച് ഞങ്ങൾക്ക് ഈ പരിപാടികൾ നടത്താൻ ഒരു തടസ്സവും ഞങ്ങൾക്കില്ല. അതെല്ലാം ഒഴിവാക്കി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി
ഈ കാലത്തെ നിയമം കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യത്തിൽ നിന്ന് ജനകീയ പ്രതിരോധത്തോടുകൂടി ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കാനുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുക, അവരെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങളോട് സഹകരിച്ചത് യഥാർത്ഥ കർഷകരാണ്. കർഷക സംഘടനയുടെ നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ രാഷ്ട്രീയമില്ലാതെ ഒന്നുമില്ലാതെ ഈ കർഷകരുടെ വിഷയം ആരേറ്റെടുത്താലും അതിന്റെ മുന്നിൽ നിൽക്കുന്ന കർഷകർ അവരവരുടെ രാഷ്ട്രീയവും അവരുടെ വ്യക്തിത്വവും എല്ലാം മാറ്റി നിർത്തി ഈ കർഷകരുടെ വിഷയത്തിന് വേണ്ടി ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. അവരാണ് സഹായിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. വയനാട്ടിലെ 3 പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങളിലെ യാത്ര കഴിഞ്ഞ് തിരുവമ്പാടിയിലെ സമാപന യോഗമാണിത്. അപ്പോ ഇത്തരത്തിലുള്ള ഭേദഗതികൾ, രണ്ടാമത്തെ ഭേദഗതി അതിലും ഭീകരമാണ്. എന്താണ്? കുടിവെള്ള സ്രോതസ്സുകൾ. 44 പുഴകളും അനവധി വലിയ തോടുകളുമുള്ള നാടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിളിക്കുന്ന കൊച്ചു കേരളം. ഇവിടെ നമ്മൾ കുടിവെള്ളത്തിന് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്രോതസ്സുകൾ ഈ പുഴയും ഈ പുഴയുടെ തീരങ്ങളും ഇവിടുത്തെ തോടുകളും അതുമായി അനുബന്ധിച്ച് നമ്മൾ കുഴിക്കുന്ന കിണറുകളുമാണ്. ഇതിന്റെ അവകാശം ജനറലി റവന്യൂവിനാണ്. രണ്ടാമത്തെ അവകാശമാർക്കാണ്? ത്രിതല പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കൂടെ ഒഴുകുന്ന പുഴയുടെ അവകാശം ആ അതിർത്തിക്കുള്ളിൽ ആ പഞ്ചായത്തുകൾക്കാണ്. ആ പഞ്ചായത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിനാണ്. അങ്ങനെയാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പുതിയ ഭേദഗതി? എന്താണ് പുതിയ കണ്ടുപിടുത്തം? അവർ പറയുന്നു ഈ പുഴകൾ മുഴുവൻ ആരംഭിക്കുന്നത് കാട്ടിൽ നിന്നാണ്. അത് വാസ്തവമാണ്, അത് വസ്തുതയാണ്. എല്ലാ പുഴകളും ആരംഭിക്കുന്നത് ഈ പറയുന്ന കാടുകളിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഉത്ഭവം ഞങ്ങളുടേതായതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് ഉത്ഭവിച്ച് ഒഴുകിപ്പോകുന്ന ഈ വെള്ളത്തിന്റെ ജലസ്രോതസ്സിന്റെ അവകാശം ഞങ്ങളുടേതാണ്. അതാണ് വാദം. ആ വാദം അംഗീകരിച്ചു കൊടുക്കുന്നു ഈ പുതിയ ബില്ല്. അത് അംഗീകരിച്ച് നിയമമായാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപകടമെന്താ? ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകൾ, കൃഷി നടക്കാൻ ഉപയോഗിക്കുന്ന സ്രോതസ്സുകൾ, ഇത് മുഴുവൻ ഫോറസ്റ്റിന്റേതായി മാറുകയാണ്. പക്ഷെ ഒരു വലിയ വിട്ടുവീഴ്ച എഴുതി ചേർത്തിട്ടുണ്ട്. എന്താണ്? വെള്ളം നമുക്ക് എടുക്കാം, പഞ്ചായത്തിനെടുക്കാം, പക്ഷേ ഫോറസ്റ്റിന്റെ പെർമിഷൻ വേണം. അപ്പൊ അവരുടെ സ്വന്തമായ വെള്ളം, അവരുടെ കാട്ടിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന വെള്ളം അത് ഒഴുകി അറബിക്കടലെത്തുന്നവരെയുള്ള അവകാശമാർക്ക് അങ്ങനെ ഉണ്ടാകും. ഇപ്പൊ ഒരു ഫോറസ്റ്റിന്റെ അകത്തേക്ക് നോക്കിയാൽ കേസെടുക്കുന്ന നിയമങ്ങൾ വരിഞ്ഞു മുറുകുന്നിടത്തേക്കാണ് ഈ കുടിവെള്ളം കൂടി അവർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത്. ഇതാണ് എതിർക്കപ്പെടണമെന്ന് പറയുന്നത്. ഇത് രണ്ടും അനുവദിക്കാൻ കഴിയില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മരമെടുത്താലുള്ള ഫൈന്, വിറകെടുത്താലുള്ള ഫൈന്, മീൻ പിടിച്ചാലുള്ള ഫൈന്, അതിനുള്ള ശിക്ഷ, എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ നിൽക്കുകയാണ്. അപ്പോ ഈ വിഷയം ജനങ്ങളിൽ എത്തിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നാളെ ഈ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കണം. ഇവിടുത്തെ കർഷക സംഘടനകളും പൊതുസംഘടനകളും സാമൂഹിക സംഘടനകളും രാഷ്ട്രീയം മറന്ന ജാതി മത വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഓരോരുത്തരും സമരക്കാരായി മാറി സ്വയം ഇതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആള് വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈ ജനങ്ങളുടെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം പരിപൂർണമായിട്ടും കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും പോകും. അങ്ങാടികളിൽ ഇന്നിപ്പോ കുപ്പിവെള്ളം കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ. ഈ നിയമം പാസായി നടപ്പിലായാൽ നിങ്ങൾ എഴുതി വെച്ചോ, ഇവിടെ റേഷൻ ഷാപ്പുകളിൽ 20 ലിറ്ററിന്റെയും 25 ലിറ്ററിന്റെയും വെള്ളക്കുപ്പികൾ റേഷൻ വിലക്ക് സർക്കാർ കൊടുക്കുന്നു എന്ന് ബോർഡ് വെക്കുന്നിടത്തേക്ക് നമ്മുടെ സംസ്ഥാനം പോകാൻ പോവുകയാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. എന്താ വനംവകുപ്പ് മന്ത്രി പറയുന്നത്? അതങ്ങനെ ഒരു പ്രശ്നമില്ല.
ആ മനുഷ്യൻ ഈ ബില്ല് കണ്ടിട്ടില്ല, അത് വാദിച്ചു നോക്കിയിട്ടില്ല. മനുഷ്യരുമായി വരുന്ന ആക്രമണങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോ 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇതേപോലെ വയനാട്ടിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഒരു ജോസിന്റെ പിന്നാലെ ആന കൂടി വീടിന്റെ മുറ്റത്ത് ഗേറ്റ് പൊളിച്ച് കയറി ചവിട്ടിക്കൊല്ലുന്നത് നമ്മൾ കണ്ടതാണ്. ആ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ കൽപ്പറ്റ MLA ബഹുമാനപ്പെട്ട ശ്രീ സിദ്ദീഖ് ഉന്നയിച്ചു. അതിന് മറുപടി പറയാൻ എണീറ്റ കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞറിയോ? ഞാൻ കേരളത്തിന്റെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? എനിക്ക് ആ മൃഗങ്ങളെ സംരക്ഷിച്ചാൽ മതി. ആന ചവിട്ടിക്കൊന്ന ജോസിന്റെ മരണത്തിന് ഞാനല്ല ഉത്തരവാദി. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കില്ല എന്നല്ലേ പറഞ്ഞു വെച്ചത്? ഈ ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് കേരളത്തിലെ നിയമസഭയിൽ ഈ മന്ത്രി പറയുന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ടല്ലോ. എന്തേ ആ സംഘടന കർഷക സംഘം എവിടെ പോയി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താണ് അവരുടെ നിലപാട് ഈ വിഷയത്തിൽ? CPIക്ക് 4 മന്ത്രിമാരുണ്ടല്ലോ. ആ മന്ത്രിമാരടക്കമുള്ളിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിലാണല്ലോ ഈ തീരുമാനമെടുത്തത്. കേരള കോൺഗ്രസിന് മന്ത്രിയുണ്ടല്ലോ, റോഷി അഗസ്ത്യൻ. മലയോര കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി. ആ പാർട്ടിയുടെ മന്ത്രിയായ റോഷി ഉൾപ്പെടെയുള്ള 21 അംഗ മന്ത്രിസഭയാണ് ഈ കരട്, ഈ ഭേദഗതിക്ക് നിയമസഭയിൽ അനുവദിക്കാനുള്ള അനുമതി കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് റോഷി ചില സ്ഥലങ്ങളിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ടു, പരിഹരിക്കാമെന്ന് പറഞ്ഞു. എന്തിനാവശ്യം? എന്തിനിങ്ങനെ പറ്റിക്കുന്നു? റോഷി ഉൾപ്പെടെ ഈ പറയുന്ന ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന CPIയുടെ 4 മന്ത്രിമാരുൾപ്പെടെ അവരിരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇങ്ങനെ ഒരു ഭേദഗതിക്ക് തീരുമാനമെടുത്തത്. അപ്പൊ ആരാണ് കർഷകരെ രക്ഷിക്കാൻ വരുന്നത്? ഈ കർഷകരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ആരെങ്കിലും മിണ്ടിയോ? ഒരാൾ മിണ്ടിയോ? ഈ ഗവൺമെന്റിന് നിലപാട് ശരിയാണ് എന്ന് പത്രപ്രസ്താവന നടത്തിയതിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോയോ ഇവിടുത്തെ പ്രതിപക്ഷം? അപ്പൊ ഇപ്പോഴും സമയം വൈകിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളോടാണ് പറയാനുള്ളത്, സമയം വൈകിട്ടില്ല. ഇനിയും 10-12 ദിവസമുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഈ ഭേദഗതി ബില്ല് കേരളത്തിന്റെ നിയമസഭയിൽ അനുവദിക്കാൻ, അവിടെ പ്രസന്റ് ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലുള്ള സമരം വരും ദിവസങ്ങളിൽ കേരളത്തിൽ കത്തിക്കൊണ്ടിരുന്നുണ്ട്. അതിന് നേതൃത്വം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമെങ്കിലും തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നതിൽ സമയം ഒരുപാടായി. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ ഭയപ്പെടുന്നവരായിരിക്കും പലരും ഇപ്പോഴും സമയം വൈകിയതിന്റെ പേരിൽ. അതുകൊണ്ട് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവസാനത്തെ പരിശ്രമം നടത്തുന്ന മലയോര ജനതയുടെ തലയിലേക്ക് ഇടിത്തിയിറക്കുന്ന ഈ നിയമ ഭേദഗതി ഒരു വിധത്തിലും അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സ്വയം സമരക്കാരായി മാറി ഇതിനെ പ്രതിരോധിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കാൻ ഇവിടെ കാത്തുനിന്ന ഈ മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളോടും ഇതിൽ സംബന്ധിച്ച മുഴുവൻ ജാഥാംഗങ്ങളോടും സ്നേഹപൂർവ്വം നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അടുത്തതായി